ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഇവിടെ നിന്ന് പഞ്ചാര വർത്താനം പറഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റിനെ കയ്പുനീര് കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ പോവാം. എൻ്റെ രാജകുമാരിയുടെ അടുത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നെക്ലേസ് ഇടാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതി നന്നായിട്ട് കിടന്നുറങ്ങാണ്. അലാമിൻ്റെ ശബ്ദം കേട്ടിട്ടൊന്നും ഉണരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ശല്യം സഹിക്കാൻ വയ്യാതെ ഉണർന്ന്, അയ്യോ എൻ്റെ കൃഷ്ണ, ഇത്ര സമയമായോ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം പല്ല് തേച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ആ സമയം തങ്കനങ്കിളും പ്രീതിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ആകാശ് വന്നതിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ് പ്രീതിയോട്. ശ്രുതിയെ കണ്ടപ്പോൾ തങ്കനങ്കിൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി മോളെ നീ പല്ല് തേക്കാണല്ലേ? അല്ല തങ്കനങ്കിൾ, ഞാൻ ദോശയും ചമ്മന്തിയും കഴിക്കുക എന്ന് പറയുമ്പോൾ അത് മോളെന്നെ ആക്കിയതാണല്ലേ? മോളുടെ സാറിൻ്റെ കാറ് ഇവിടെ മണിയൻ്റെ വർക്ക്ഷോപ്പിലാണ് നന്നാക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, അതിവിടെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതെന്തോ വണ്ടിക്കുള്ളിൽ എന്തോ പെട്ടുപോയെന്നാ അവർ പറഞ്ഞത്. നന്നാക്കാൻ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഓ, ആ കടലമുട്ടായിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. നിന്ന് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് തങ്കനങ്കിൾ അവിടുന്ന് പോവാണേ. ചേച്ചി, ഒരുപാട് സമയമായി, ചേച്ചിക്ക് എന്നെ കുറച്ചുകൂടി നേരത്തെ വിളിച്ചൂടായിരുന്നു എന്ന് ചോദിക്കും. പ്രീതി പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്ര വിളിച്ചിട്ടും കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നീ മൂടി പൊതിച്ച് കിടക്കല്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ദോശയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണേ. ശ്യാം സാർ ഇന്ന് നേരത്തെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ക്ലയൻറ്റിന് ഒരു വർക്ക് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്യാം ചുമക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണേ. ശ്രുതി വെള്ളം എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തണുത്ത വെള്ളമല്ല വേണ്ടത്, എനിക്ക് അല്പം ചൂടുള്ള വെള്ളമാണ് വേണ്ടത്, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണേ. അതിനെന്താ സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ ശ്രുതിയുടെ ബാഗ് എടുത്തിട്ട് നെക്ലേസ് അതിലിടുകയാണ് കേട്ടോ. എനിക്ക് വേറെ മാർഗ്ഗമില്ല ശ്രുതി, നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ വേറൊരു ഉപായവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്നോട് ക്ഷമിക്കണം ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്യാം സാർ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. അല്ല, ഞാൻ വെള്ളം ചോദിച്ചുകൊണ്ടാണല്ലോ നിനക്ക് ലേറ്റ് ആവേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ അത് സാരമില്ല സാർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ശ്രുതി. തുടർന്ന് അശ്വിൻ രാമനോട് പറയുന്നുണ്ട്, ഈ റൂമിൽ ആര് കയറിയാലും എന്നെ ഉടൻ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ശ്രുതിയും ആ സമയം വരികയാണ് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടാവില്ല. വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, എൻ്റെ കുട്ടി കൃഷ്ണ, ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ കടന്നു പോവണേ. ആ കടലമുട്ടായിയെ മുന്നിൽ വന്നിട്ട് എന്നെ നിർത്തി കൊടുക്കരുതേ. ആ ചളുങ്ങിയ മുഖം കണ്ടാൽ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്ന നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ വാതിൽ തുറന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവളെ ഈ കടലമുട്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ശ്രുതി കണ്ണ് തുറക്കുന്ന സമയത്ത് അശ്വിൻ പോകുന്നതാണ് കേട്ടോ കാണുക. കുട്ടികൃഷ്ണ, അയാൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവോ? ഏയ്, കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ നിന്നോടല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അകത്തേക്ക് പോവാണേ. ശ്രുതി അവിടെ ബാഗൊക്കെ വെച്ചിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണേ. അപ്പം നമ്മുടെ മനോരമ നല്ല സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടിയിട്ട് വരികയാണേ. ആ സമയം ശ്രുതിയുടെ ബാഗ് കാണുകയും ഇവളുടെ ബാഗിൽ എന്തായിരിക്കും, ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ മാത്രം ഇതിൽ എന്തായിരിക്കും, ഒന്ന് നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് നോക്കുകയാണേ. ആ സമയത്ത് ഫുള്ള് ഹൗസ്ഫുൾ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് തുറക്കുന്ന സമയത്ത് തന്നെ ആ മുത്തശ്ശി അഞ്ജലി എന്ന് വിളിക്കുകയാണ്. എൻ്റെ മൈ ഗോഡ്, ഈ തള്ളക്ക് ഇത് എന്തിൻ്റെ കേടാ? അഞ്ജലിയെ കാണാഞ്ഞാൽ അവർക്ക് സിറ്റ് ഉറക്കില്ല, ഇവിടെ നിന്നാലേ ആ തള്ള എപ്പോഴും പ്രത്യക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് വേഗം പോവാണ് കേട്ടോ മനോരമ. അപ്പോൾ തന്നെ ആ ബാഗ് താഴെ വീഴുന്നുണ്ടേ. തുടർന്ന് അഞ്ജലിക്ക് ഫോൺ വരികയാണ് ശ്യാമിൻ്റെ. ശ്യാം കുറെ പഞ്ചാര വർത്താനൊക്കെ പറഞ്ഞിട്ട് ആ നെക്ലേസ് വൈകുന്നേരം ഇടുന്ന കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ ശ്രുതിയും ഉണ്ട് കൂടെ. കുറേ നേരം ശ്രുതി ഇങ്ങനെ കേട്ട് നിൽക്കും, പിന്നെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ബാഗ് വീണതായിട്ട് അവൾ ശ്രദ്ധയപ്പെടുന്നത്. എൻ്റെ കുട്ടികൃഷ്ണ, അതാരെ തുറന്നു വെച്ചിരിക്കുന്നത്? ഇതാരെങ്കിലും തുറന്നതാണോ അതോ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ അടയ്ക്കാത്തതാണോ? എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാഗും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലാവണ്യയാണ്. ലാവണ്യാണെങ്കിൽ ഓരോ കളറൊക്കെ വെച്ചിട്ട് പരിപ്പും കടലയൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് കട്ല, യെല്ലോ തുവരപ്പരിപ്പ്, ഗ്രീൻ ചെറുപയർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മനോരമ അങ്ങോട്ടേക്ക് വരികയാണേ. ഇതെന്താ ലാവണ്യ ബേബി എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി ഞാനിതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുകയായിരുന്നു, കാർട്ടൂൺ ബേബി വരുമ്പോഴേക്കും എനിക്കിതെല്ലാം പഠിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മനോരമ പറയാം, അതിനിപ്പോൾ എന്താ, ഞാൻ പഠിപ്പിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണേ.
അപ്പോൾ ബ്ലാക്ക് കളർ കാണുമ്പോൾ ബ്ലാക്ക് കട്ട്ല എന്ന് പറയണേ. കട്ട്ലല്ല, കടല എന്ന് പറയാനിട്ട് നമ്മുടെ മനോരമ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.